ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. പതിവിന് വിപരീതമായി ഇപ്രാവശ്യം വന്ദേ ഭാരത് ട്രെയിനിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ബൂബു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് വളരെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുള്ളത്. ഒന്ന് മെയിനായിട്ടുള്ള അവൻ്റെ കാര്യം വന്ദേ ഭാരതിൽ ഫുഡ് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ്. എപ്പോഴും പറയും എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം കുറേ ഫുഡ് പാക്ക് ചെയ്തെടുക്കും. അത് അവനെ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം സ്വതസിദ്ധമായൊരു കാര്യമാണ്. ചെന്ന സമയത്ത് ബോഗി ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷം പിന്നെ ട്രെയിനിലേക്ക്. നല്ല വൃത്തിയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. ബോബ് ചെന്ന ഉടനെ സീറ്റുകളും ലഗേജ് വയ്ക്കേണ്ട സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ച് അച്ഛനും അമ്മയ്ക്കും ഓരോ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടായിരുന്നു. സീറ്റിൻ്റെ അടിയിലാണ് അമ്മയെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്, മുകളിൽ ലഗേജ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി. കറക്റ്റ് 4:03 ട്രെയിൻ പുറപ്പെട്ടു. ചേട്ടന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ബാലരമ അമർചിത്രകഥ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അതിൽ മുഴുകിയത് ബേബിക്ക് പക്ഷേ അത്ര ഇഷ്ടമായില്ല. ബേബിയുടെ കൂടെ കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ബേബി ചേട്ടനെ പിടിച്ച് വലിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ പക്ഷേ ഇനി അത് വായിച്ച് കഴിയാതെ ആ ബുക്ക് മടക്കി വയ്ക്കില്ല. പിന്നെ അധികം താമസിയാതെ നമ്മുടെ സ്നാക്സ് വന്നു. സ്നാക്സ് കഴിച്ചു. ബേബി ചേട്ടനൊക്കെ ഇട്ട് പുതിയ ചേട്ടായിമാരെ തപ്പിപ്പോയിട്ടോ. ട്രെയിനിലുള്ള ഓരോരുത്തരെയും നടക്കുന്ന വഴിക്ക് തോണ്ടി വിളിച്ചും ചിരിച്ചു കാണിച്ചുമാണ് പുള്ളിക്കാരൻ്റെ യാത്ര. ഇതുപോലെ ട്രെയിനിൻ്റെ ബോഗിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായി 2 സൈഡിലും സ്ക്രീൻ ഉണ്ടാവും. അതിലിനി എത്ര ദൂരം അടുത്ത സ്റ്റേഷനിലേക്ക്, ഏതാണ് അടുത്ത സ്റ്റേഷൻ, എത്ര km/h ആണ് ട്രെയിനിൻ്റെ സ്പീഡ്, എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോബുവിനെ കളിപ്പിക്കാൻ വേണ്ടി വേറൊരു കുഞ്ഞിപ്പെണ്ണിനെ കിട്ടി കേട്ടോ. ബോബു ഇപ്പം പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ്. എങ്ങനെ അവരെ മാനേജ് ചെയ്യണമെന്നറിയാം. കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് പിള്ളേരെ ചിരിപ്പിച്ച് അങ്ങനെ 8 മണിയായപ്പോഴത്തേക്കും ഡിന്നർ വന്നു. നോൺ വെജ് ഡിന്നറായിരുന്നു. ചിക്കനും ചോറും പൊറോട്ടയും പായസമൊക്കെ ആയി. ഞങ്ങൾ കയറിയതുകൊണ്ടായിരിക്കാം 10:30 എത്തേണ്ട ട്രെയിൻ 11:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അതിലത്ഭുതമില്ല. ലേറ്റാതെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട് പിടിച്ചു.